ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസിൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 136/2025 നവംബർ 13 നടന്ന എക്സാമിൻ്റെയാണ്. നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Which one of the following pairs is not correctly matched? ശരിയായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി നാഷണൽ സ്പോർട്സ് ഡേ ആണ് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ് ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? മേജർ ധ്യാൻചന്ദുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 29 നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ് ജാനുവരി 9, സദ്ഭാവന ദിവസ് ഓഗസ്റ്റ് 20, നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28. പ്രവാസി ഭാരതീയ ദിവസ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതുമായി റിലേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സദ്ഭാവന ദിവസ് രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സദ്ഭാവന ദിവസ്. പിന്നെ നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28 CV രാമനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ്. വിച്ച് എമംഗ് ദി എബവ് ആർ ദ ട്രൈബൽ റെബല്യൻസ് took place in different parts of India against British? ബ്രിട്ടീഷിനെതിരായി നടന്ന ട്രൈബൽ റെബല്യൻസ് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ട്രൈബൽ റെബല്യൻസ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? 1, 2, 3, 4 എല്ലാമാണ് അല്ലേ? ഖാസി റെബല്യൻ, ഖാസി കലാപം, മുണ്ട റെബല്യൻ, മുണ്ട കലാപം, കുറിച്യ കലാപം, കുറിച്യ റെബല്യൻ ആൻഡ് സന്താൽ റെബല്യൻ, സന്താൽ കലാപം. എല്ലാത്തിൻ്റെയും വർഷം നമുക്കൊന്ന് നോക്കാം. സന്താൽ കലാപം എന്നാണ് നടന്നത്? സന്താൽ കലാപം 1855 മുതൽ 1856 വരെയാണ്. ആരാണ് സന്താൽ കലാപത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? സിദ്ധുവും കാനുവുമാണ് അല്ലേ? സിദ്ധുവും കാനുവുമാണ്. ഇനി മുണ്ട കലാപം 1899 ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. എവിടെ വെച്ചായിരുന്നു? ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു മുണ്ട കലാപം നടന്നിരുന്നത്. നവംബർ 15 ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? ജനജാതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് കുറിച്യ കലാപം എന്തായിരുന്നു? വയനാട്ടിലെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ കലാപമായിരുന്നു കുറിച്യ കലാപം. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്സ് ഇൻ വിച്ച് in India which do not have an international border or do not lie on the coast. ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യാത്ത ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇന്റർനാഷണൽ ബോർഡറോ അല്ലെങ്കിൽ കോസ്റ്റോ തീരപ്രദേശമോ, ഇന്റർനാഷണൽ തീരപ്രദേശമോ കോസ്റ്റോ ബോർഡറോ ഷെയർ ചെയ്യാത്ത ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. തെലങ്കാനയും ഛത്തീസ്ഗഡുമാണ് ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യാത്ത സ്റ്റേറ്റ്സ്. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട്? മൊത്തം 5 സ്റ്റേറ്റ്സ് ആണ് അങ്ങനെയുള്ളത്. തെലങ്കാന, ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. ഏതൊക്കെയാണ്? തെലങ്കാന, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്. ഈ 5 സംസ്ഥാനങ്ങളും ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഇവൻറ്റ്സ് നോക്കാനാണ്. വിച്ച് ഇസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഇവൻറ്റ്സ്? കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഏതാണ്? ഓപ്ഷൻ സി 4, 2, 3, 1 ആണ് കറക്റ്റ് ഓർഡർ. ആദ്യം ഏതായിരുന്നു നടന്നത്? റൗലറ്റ് സത്യാഗ്രഹ. ഏതാ വർഷം? 1919. 2 ദണ്ഡി മാർച്ച് എന്നാണ് നടന്നത്? 1930. 1930 ദണ്ഡി മാർച്ച്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942. ഇനി റെൻ മ്യൂട്ടണി. എന്താണ് റെൻ മ്യൂട്ടണി എന്ന് പറഞ്ഞാൽ? അത് 1946 നടന്ന റോയൽ ഇന്ത്യൻ നാവി മ്യൂട്ടണി. റോയൽ ഇന്ത്യൻ നാവിയുടെ ലഹളയാണ് റെൻ മ്യൂട്ടണി എന്ന് പറയപ്പെടുന്നത്. റോയൽ ഇന്ത്യൻ നാവി മ്യൂട്ടണി RIN റെൻ മ്യൂട്ടണി. ഏത് വർഷം? 1946. അടുത്ത ചോദ്യം. നെയിം ദ നോവൽ ദാറ്റ് വൺ ദ വയലാർ അവാർഡ് 2025. 2025 വയലാർ അവാർഡ് നേടിയ നോവൽ ഏതാണ്? ഓപ്ഷൻ സി തബോമിയുടെ അച്ഛനാണ്.
തബോമിയുടെ അച്ഛനാണ് 2025 വയലാർ അവാർഡ് നേടിയത്. ആരാണ് തബോമിയുടെ അച്ഛൻ എഴുതിയത്? ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാറിൻ്റെയാണ് തബോമിയുടെ അച്ഛൻ. 2024 വയലാർ അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? അശോകൻ ചരുവലിനാണ് അല്ലെ, അശോകൻ ചരുവൽ. 2025 എത്രാമത്തെ വയലാർ അവാർഡാണ്? 49ാമത്തെ വയലാർ അവാർഡാണ് 2025 കൊടുത്തത്. ആർക്കാണ്? ഇ സന്തോഷ് കുമാറിന്. കൃതി ഏതാണ്? തബോമിയുടെ അച്ഛൻ. ചോദ്യം 6. ഹൂ വാസ് ദ റെസിപ്പിയൻറ്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2023? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ്? മോഹൻലാലിനാണ്. 2023 പ്രഖ്യാപിച്ച് നൽകേണ്ടിയിരുന്ന ദാദാ സാഹിബ് അവാർഡ് 2025 നൽകിയത്. അപ്പോൾ 2003 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് 2025 മോഹൻലാലിന് നൽകിയത്. വേറെ മലയാളി ആരാ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള? മറ്റൊരു മലയാളി ഉണ്ട്. ആരാണത്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണന് ഏത് വർഷമാണ് കിട്ടിയത്? 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. എന്നു മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയിരുന്നത്? 1969 ആദ്യമായിട്ട് ദാദാ സാഹിബ് അവാർഡ് കൊടുത്തത്. ആരായിരുന്നു ജേതാവ്? ദേവിക റാണിയായിരുന്നു. ദേവിക റാണിക്കായിരുന്നു ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നത്. ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന സ്ത്രീയും ആദ്യത്തെ വ്യക്തിയും ദേവിക റാണിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്? തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 3 തെറ്റ്. ഓപ്ഷൻ എ 3 തെറ്റ്. എന്താണ്? ഷാമൽ വാസ് ദ ലീഡർ ഓഫ് 1857 റിവോൾട്ട് ഇൻ ആറാ ബീഹാർ. ഷാമൽ ആയിരുന്നു ആറാ ബീഹാറിലെ റിവോൾട്ടിൻ്റെ നേതാവ്. ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു ആറാ ബീഹാറിലെ 1857 വിപ്ലവത്തിലെ നേതാവ്. ഇനി മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നമുക്ക് നോക്കാം. ദി ആറ്റിങ്ങൽ റിവോൾട്ട് 1721 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. അപ്പം അസംഘടിത കലാപം ഏതായിരുന്നു? അഞ്ചുതെങ്ങ് കലാപമായിരുന്നു അസംഘടിത കലാപം. സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1721. The Vellore Mutiny in Tamil Nadu was the first military revolt against the British in India. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ആദ്യ കലാപം ഏതായിരുന്നു? വെല്ലൂർ കലാപമായിരുന്നു. വെല്ലൂർ മ്യൂട്ടണി എവിടെയായിരുന്നു? ഇൻ തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് ആൻസർ പറയാം. ഓപ്ഷൻ ബി കൊണാർക്ക് ടെമ്പിൾ. കൊണാർക്ക് ടെമ്പിൾ എവിടാണ്? ഒഡീഷയിലാണ് കൊണാർക്ക് ടെമ്പിൾ. റാണി കി വാവ് എവിടാണ്? ഗുജറാത്ത്. സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശ്. ഗോൾ ഗംബസ് എവിടെയാണ്? കർണാടക. ഗോൾ ഗംബസ് എവിടെയാണ്? കർണാടക. ഒന്നുകൂടെ പറയാം. കൊണാർക്ക് ടെമ്പിൾ ഒഡീഷ, റാണി കി വാവ് ഗുജറാത്ത്, സാഞ്ചി സ്തൂപ മധ്യപ്രദേശ്, ഗോൾ ഗംബസ് കർണാടക. ചോദ്യം 9. ദ വെന്യൂ ഓഫ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025 എവിടെയാണ്? ഫിഡെ 2025 ചെസ് വേൾഡ് കപ്പിൻ്റെ വേദി ഗോവയാണ്. നമ്മൾ മെനഞ്ഞാന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്നു എവിടെയാണ്? അത് ഇന്ത്യ എന്നായിരുന്നു. ഇന്ത്യയിൽ എവിടെയാണ്? ഗോവ. അപ്പം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. ദ വെന്യൂ ഓഫ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025 ഇസ് അറ്റ് ഗോവ. എത്രാമത്തെയാണ്? 11th എഡിഷനാണ്. 11th എഡിഷൻ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്വാമി വിവേകാനന്ദ എ ഗിഫ്റ്റ് ടു മോന്തീസ്. എ ഗിഫ്റ്റ് ടു മോന്തീസ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ കൃതിയാണ്. മറ്റ് കൃതികൾ നോക്കാം. രാജാറാം മോഹൻ റോയ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശ്, ജ്യോതിറാവ് ഭൂലെ ഗുലാംഗിരി. രാജാറാം മോഹൻ റോയുടെ തുഹഫത്തുൽ മുവാഹിദീൻ്റെ ഇംഗ്ലീഷ് പതിപ്പാണ് എ ഗിഫ്റ്റ് ടു മോന്തീസ്. തുഹഫത്തുൽ മുവാഹിദീൻ പേർഷ്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം. ഹൂ അമംഗ് ദി ഫോളോയിങ് വൺ ദ നോബൽ പീസ് പ്രൈസ് 2025? ആർക്കാണ് 2025 പീസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്? മറിയ കൊറീന മച്ചാഡോയ്ക്കാണ്. മറിയ കൊറീനോ മച്ചാഡോ ഏത് നാട്ടുകാരിയാണ്? വെനസ്വേലക്കാരിയാണ് മറിയ കൊറീനോ മച്ചാഡോ. വെനസ്വേലൻ പൊളിറ്റീഷ്യനാണ്.
അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂസ് പേപ്പർ ഏതൊക്കെയാണ്? ഹരിജൻ, യങ് ഇന്ത്യ. ഹരിജൻ, യങ് ഇന്ത്യ. നേഷൻ ന്യൂസ് പേപ്പർ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് നേഷൻ ന്യൂസ് പേപ്പർ. ന്യൂ ഇന്ത്യ ആരുടെയാണ്? ആനി ബസന്റിൻ്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസന്റിൻ്റെയാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഹരിജൻ, യങ് ഇന്ത്യ ഗാന്ധിജി. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഓൺലി കേരളൈറ്റ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് INC കോൺഗ്രസ്? INC കോൺഗ്രസിൽ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ആരാണ്? ഓപ്ഷൻ ബി, സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ INCയുടെ അമരാവതി സമ്മേളനം 1897 മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡന്റായത്. എത്രാമത്തെ INC സമ്മേളനത്തിലായിരുന്നു? 13ാമത്തെ INC സമ്മേളനമായിരുന്നു. 13ാമത്തെ INC സമ്മേളനത്തിൽ സി ശങ്കരൻ നായർ INCയുടെ പ്രസിഡന്റായി. ചോദ്യം 14, വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തെറ്റ്. ശ്രീനാരായണ ഗുരു വാസ് ദ ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കോൺസെക്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ആരാണ് ആദ്യമായി സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ബാക്കി ഓപ്ഷൻസ് നോക്കാം. അയ്യങ്കാളി ഓർഗനൈസ്ഡ് കല്ലുമാല അജിറ്റേഷൻ. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എ സംസ്കൃത് സ്കൂൾ അറ്റ് മന്നാനം ഇൻ കോട്ടയം. മന്നാനത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതാരാണ്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചാവറ അച്ഛനാണ് അല്ലേ. ചോദ്യം 15, ദ മെയിൻ വെന്യൂ ഓഫ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി എവിടെയായിരുന്നു? പയ്യന്നൂർ ആയിരുന്നു. പയ്യന്നൂർ. ഓക്കെ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതായിരുന്നു? 1930 മാർച്ച് 12 ഗാന്ധിജി 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര തിരിച്ചത്? ദണ്ഡി കടപ്പുറത്തേക്കാണ് യാത്ര തിരിച്ചത്. 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്തെത്തുകയും ഏപ്രിൽ 6 ഉപ്പ് കുറുക്കുകയും ചെയ്തു. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിരുന്ന മലയാളികൾ ആരൊക്കെയായിരുന്നു? നെയ്യാറ്റിൻകര സി കൃഷ്ണൻ നായർ, മായങ്കര ശങ്കരൻ, രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ആരൊക്കെയായിരുന്നു? നെയ്യാറ്റിൻകര സി ശങ്കരൻ, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ, മായങ്കര ശങ്കരൻ, രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഇനി ധരാസനയിൽ ഉപ്പ് കുറുക്കാൻ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു അല്ലേ. സരോജിനി നായിഡു. വേദാരണ്യത്ത് ശ്രീ രാജഗോപാലാചാരി ആയിരുന്നു. കേരളത്തിൽ ആരൊക്കെ നേതൃത്വം കൊടുത്തത്? കെ കേളപ്പൻ, മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. കേരളത്തിൽ ആരൊക്കെ നേതൃത്വം കൊടുത്തായിരുന്നു? കെ കേളപ്പൻ, മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കി തമിഴ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ റെഗുലറായിട്ട് റീസെൻ്റായിട്ട് PSC നടത്തി വരുന്ന സ്പെഷ്യൽ എക്സാംസ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.